നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് പാലിനെ കുറിച്ചാണ്. പല പ്രേക്ഷകരും അല്ലെങ്കിൽ എൻ്റെ പേഷ്യൻസും എന്നോട് ചോദിക്കാറുണ്ട്, മാഡം പശുവിൻ പാൽ ഉപയോഗിച്ചാൽ പോരെ, തേങ്ങാപ്പാൽ തന്നെ വേണോ എന്നൊരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ ഈ പശുവിൻ പാലിനോട് വളരെയധികം പ്രതിപത്തിയാണ് പൊതുവെ ആളുകൾക്ക്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇവര് വിചാരിക്കുന്നത് കാൽസ്യം കിട്ടണമെങ്കിൽ പശുവിൻ പാൽ കുടിക്കണം എന്നാണ്. അല്ലേ? ശരിയല്ലേ? ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ അറിയാം, കാൽസ്യം അല്ലാതെ നമ്മുടെ ശരീരത്തിൽ കിട്ടില്ല എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പശുവിന്റെ പാലില് ശരിക്കും പറഞ്ഞാൽ അതൊരു ആസിഡിക് മീഡിയം നമ്മുടെ ബോഡിക്ക് പ്രദാനം ചെയ്യും. ഈ ആസിഡിക് മീഡിയം കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ പശുവിന്റെ പാൽ, അത് ഗ്രാസ് ഫെഡ് കൗവിന്റെ ആണെങ്കിൽ പിന്നെയും കൊള്ളാം. അതായത് പുല്ല് തിന്ന് വളരുന്ന പശുവിന്റെ പാലാണെങ്കിൽ ഒരുവിധം നമുക്ക് രക്ഷയുണ്ട്, കുറച്ചെങ്കിലും കിട്ടും. അതല്ല എങ്കിൽ തീർച്ചയായും വലിയ ഗുണമൊന്നുമില്ല. ഈ അതായത് തീറ്റ, കാലിത്തീറ്റ, കോഴിത്തീറ്റ എന്ന് പറയുന്ന വകുപ്പിലുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുള്ള പാലാണെങ്കിൽ വലിയ പ്രയോജനമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇത് വയറിനകത്തുള്ള ഗട്ട് മൈക്രോബ്സിനെ കംപ്ലീറ്റ് നശിപ്പിക്കുന്നതുമാണ്. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്തുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഈ പശു എന്ന് പറയുന്ന ഒരു അനിമൽ, അത് വേറെ ഒരു നമ്മുടെ ഒരു സ്പീഷീസ് അല്ല, മനുഷ്യന്റെ വർഗത്തിലുള്ളതല്ല. പശു വേറൊരു വർഗമാണ്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ അതൊരു ഇന്ററാക്ഷൻ ഉണ്ടാക്കും. ആ പാല് അത് തീർച്ചയായും അത് ഇൻഫ്ലമേഷൻ ആണ്. അതാണ് ഈ കഫം വരുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് 99% അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് ഈ ശ്വാസകോശ സംബന്ധമായ ചുമ, കഫം, അലർജി, തുമ്മല്, ചൊറിച്ചിൽ, ഇതൊക്കെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം പശുവിന്റെ പാലാണെന്ന് ഞാൻ 40 വർഷങ്ങൾക്ക് മുമ്പ് നേച്ചർ മാഗസിനിൽ വായിച്ചതാണ്. എൻ്റെ മോൾക്ക് ഞാൻ ഈ പശുവിന്റെ പാല് കൊടുത്ത് വളർത്തി. ഞാൻ നേരത്തെ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ലായിരുന്നു അന്ന്. പക്ഷെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്പോട്ടില് പാല് നിർത്തി. കുഞ്ഞിനെ എന്നും ചുമയും കഫക്കെട്ടും, ഇഞ്ചക്ഷൻ എടുക്കുക, ആന്റിബയോട്ടിക് കൊടുക്കുക. എനിക്കൊന്നും അറിയത്തില്ല. ഞാനന്ന് മെഡിക്കൽ കോളേജ് പഠിച്ചിറങ്ങിയിട്ടിരിക്കുന്ന കാലം. അപ്പോ കുഞ്ഞിന് ഒരു സെർവന്റ് കൂടെ, കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരു ബേബി സിറ്റർ ഉണ്ട്. ഇവര് പാല് കൊടുക്കുക, കുഞ്ഞിന് വിശക്കുമ്പം കരയുന്ന സമയത്ത് പാല് കൊടുക്കുക. പാല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിനകത്ത് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതായിരുന്നു ശീലം. എന്നും ചുമയും കഫവും ഒഴിയുന്ന ഒരു ദിവസം ഇല്ലാതായിപ്പോയി. അങ്ങനെ ഞാന് ദൈവമായിട്ട് എന്നെ കാണിച്ചതുപോലെയാണ് ആ മാഗസിൻ. യൂഷ്വലി ഈ നേച്ചർ മാഗസിൻ ഒന്നും കയ്യിൽ കിട്ടുന്നതല്ല, എങ്ങനെയോ എന്റെ കയ്യിൽ അത് കിട്ടി. ദൈവത്തിന്റെ നിയോഗമായിരിക്കും. അപ്പൊ ഞാനത് എടുത്ത് നോക്കി. എനിക്ക് അങ്ങനെ അപ്പൊ എന്റെ കണ്ണിൽപ്പെട്ടതാണിത്. 99% upper respiratory tract infection is mainly due to cow's milk allergy. പശുവിന്റെ പാല് കൊണ്ടുണ്ടാവുന്ന അലർജിയാണ് ഇത്രയും കഫക്കെട്ടിന് കാര്യമെന്ന്. അതോടുകൂടി ഞാൻ നിർത്തി. എൻ്റെ കുഞ്ഞിന് അതോടുകൂടി അവളുടെ ചുമയും കഫവും മാറി. പിന്നെ ഇത് അമിതമായിട്ടുള്ള പാലിന്റെ പാല് മാത്രമല്ല, തൈര്, മോര്, അതുപോലെ ബട്ടർ, ഇതെല്ലാം ഈ ഒരു ശ്രേണിയിൽ വരുന്നതാണ്. നെയ്യ് ഒഴിച്ച്. നെയ്ക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണ് നെയ്യ്. അത് നമ്മളിങ്ങനെ ശരിയാക്കി എടുക്കുമ്പോൾ കുക്കിംഗ്, അതിന്റെ ആ ഒരു പ്രോസസ്സിൽ നെയ്യിലുള്ള കുഴപ്പങ്ങൾ മാറി അത് വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള A2E എന്ന് പറയും. അത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിപ്പം കിട്ടുന്ന നെയ്യും വലിയ കുഴപ്പമില്ലാത്ത നെയ്യായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് കഴിക്കാം. അപ്പോ അതുകൊണ്ട് ഈ പാലിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്. അപ്പോൾ എത്ര തരം പാലാണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? പശുവിൻ പാലും തേങ്ങാപ്പാലും, അല്ലെ? പിന്നെ ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ലാക്ടിക് ആസിഡ് കണ്ടന്റ് പശുവിൻ പാലിൽ കൂടുതലല്ലേ. അപ്പൊ അങ്ങനെയുള്ളവര് കഴിക്കുന്ന ഒരു പാലാണ് സോയാ മിൽക്ക്. പിന്നെ ആൽമണ്ട് മിൽക്ക്. ആൽമണ്ട് മിൽക്ക് എന്ന് പറയുന്നത് ബദാമിന്റെ പാല്. ബദാം ഒരു 10-20 ബദാം തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് പാലെടുക്കുന്നതാണ് ഈ ബദാം മിൽക്ക്. അതിപ്പം മാർക്കറ്റിൽ ഇപ്പൊ ബദാം മിൽക്കൊക്കെ ഉണ്ട്, പക്ഷെ അത് പ്രിസർവേഷൻ ഒക്കെ അടങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഈ 4 പാലിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഏറ്റവും നല്ലത്, ഏതാണ് ഏറ്റവും പ്രശ്നക്കാരൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ തേങ്ങാപ്പാലിനെ തന്നെ ആവട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ പോഷകങ്ങളുടെ കലവറയാണ്. ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ അതിനകത്ത് പ്രോട്ടീൻ നന്നായിട്ടുണ്ട്,
പ്രോട്ടീൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 7 ഗ്രാം പ്രോട്ടീൻ അതിനകത്തുണ്ട് തേങ്ങാപ്പാലിൽ. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശമുണ്ട്. പിന്നെ കാൽസ്യമാണ് ഇത്തിരി കുറവ്, അത് നമ്മൾ സമ്മതിച്ചോളൂ. പക്ഷെ ഫൈബർ അതിനേക്കാൾ കൂടുതലുണ്ട്. പിന്നെ വൈറ്റമിൻസോ, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി ഇല്ല, വൈറ്റമിൻ ബി കോംപ്ലക്സ്, അങ്ങനെ മാംഗനീസ്, മഗ്നീഷ്യം, അങ്ങനെയുള്ള വളരെയധികം അയൺ ഒക്കെ തന്നെയും അതിനകത്ത് ന്യൂട്രിയൻസ് നന്നായിട്ടുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നേരത്തെ ഉള്ള എൻ്റെ വീഡിയോസ്, ശരീരം തുടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ തേങ്ങാപ്പാല്, കരിപ്പട്ടി അല്ലെങ്കിൽ ശർക്കര, അതിൻ്റെ കൂട്ടത്തിൽ ഒരു നല്ല പഴുത്തൊലഞ്ഞ നാടൻ ഏത്തപ്പഴം, കുറച്ച് ഈന്തപ്പഴം, ഡേറ്റ്സ്, അതിൻ്റെ കൂട്ടത്തിൽ നട്ട്സ്, കാഷ്യൂ നട്ട് അല്ലെങ്കിൽ ബദാം, ഇവയെല്ലാം കൂടെ തേങ്ങാപ്പാലുമായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അടിപൊളി നല്ല നല്ല ഐസ്ക്രീം പോലെ ഇരിക്കുന്ന ഡ്രിങ്ക് രാവിലെയും വൈകിട്ടും മെലിഞ്ഞിരിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതില് എന്തുകൊണ്ട് കൊടുക്കുന്നു? ഇത് അത്രയ്ക്ക് റിയലി എഫക്റ്റീവാണ്. നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വയറിനകത്തുള്ള മൈക്രോഫ്ലോറയുടെ ഭക്ഷണമാണത്. നിങ്ങൾ ആലോചിക്കുക, ഈ സംഭവം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് ശരിക്കും ഇതിനകത്ത് ഫൈബർ, ഈ പാലിനകത്തിരിക്കുന്ന മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്, ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മളുടെ ഇതിനകത്തുള്ള MCT എന്ന് പറയും, മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്, അതാണ് നമ്മുടെ മൈക്രോഫ്ലോറയുടെ ഭക്ഷണം. നിങ്ങൾ ആലോചിക്കുക, എത്ര പെട്ടെന്ന് എത്ര ഈസി ആയിട്ട് നമ്മളുടെ മൈക്രോഫ്ലോറയെ ശരിയാക്കി എടുക്കാൻ പറ്റും, അതിനുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് ഫൈബറും ഉണ്ട്, മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ഡയറക്റ്റ് ആയിട്ടുണ്ട്. അതാണ് തേങ്ങാപ്പാലിന്റെ ഗുണം. മോണോലോറിൻ എന്ന് പറയുന്ന ഒരു ഏറ്റവും നല്ല ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത്, അത് വയറിനകത്ത് ചെല്ലുമ്പോൾ കൺവേർട്ട് ചെയ്യും. ആന്റി മൈക്രോബിയൽ എഫക്റ്റ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാത്ത ബാക്ടീരിയ എല്ലാം നശിപ്പിക്കും. H. പൈലോറി അടക്കം നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ് മോണോലോറിൻ. അതുപോലെ ആന്റി ഫംഗലാണ്, ആന്റി ബാക്ടീരിയലാണ്, ആന്റി വൈറലാണ്. ഇങ്ങനെയുള്ള 4-5 ഗുണങ്ങൾ തേങ്ങാപ്പാലിനുണ്ട്. തേങ്ങാപ്പാലെന്ന് ഞാൻ എടുത്തു പറയുന്നത്, ഈ തേങ്ങാപ്പാലിൽ നിന്നാണ് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ തേങ്ങാപ്പാലിനകത്തും ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. അത് തന്നെയാണ് വെർജിൻ കോക്കനട്ട് ഓയിലിൽ നമുക്ക് കിട്ടുന്നത്. ഇത് തല മുതൽ പാദം വരെയുള്ള എല്ലാ അവയവങ്ങൾക്കും ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഇതിനകത്തുണ്ട്. ആദ്യം നമുക്ക് തുടങ്ങാം തലയിലെ മുടിക്ക് ഏറ്റവും നല്ലത്. മുടി എന്ന് പറഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ എന്ന് പറയുന്നതിൽ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലാണല്ലോ അതിനകത്ത് നിന്ന് എടുക്കുന്നത്, അതിന്റെ ഏറ്റവും നല്ല ഔഷധം. ആ വെർജിൻ കോക്കനട്ട് ഓയിൽ തലയിലൊന്ന് പുരട്ടി നോക്കും, നല്ല മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയും. നമ്മൾ ഇവിടെ ഒനിയൻ ഓയിലൊക്കെ തയ്യാറാക്കുമ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ വെച്ച് ഞാൻ ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ അങ്ങനെ ആ ഒരു ഓയിൽ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ്. എന്തുകൊണ്ടും മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ കരുത്തിനും മുടി പൊട്ടിപ്പോകുന്നൊക്കെ മാറ്റാൻ ഏറ്റവും സഹായിക്കുന്നതാണ് ഈ തേങ്ങാപ്പാല് ഡയറക്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് അകത്തേക്ക് പോവാം, നമ്മുടെ തലച്ചോറിനകത്തേക്ക് പോവാം. തലച്ചോറിനകത്തുള്ള 25-30% ഏറ്റവും അത്യാവശ്യമായ കൊളസ്ട്രോൾ കൊണ്ടാണ് ഉത്പാദിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ തലച്ചോറ്. 30% ആലോചിക്കുക. അപ്പൊ അതില് തലച്ചോറിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്ന കീറ്റോൺ ബോഡീസ് ആണ്. അതിന്റെ കലവറയാണ് ഈ പറയുന്ന തേങ്ങാപ്പാല്. അപ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ, തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായതും തേങ്ങാപ്പാലിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ സ്കിൻ ഹെൽത്തിന് ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്. സ്കിൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ത്വക്കിന് സ്നിഗ്ധത വരാൻ, ത്വക്കിന് തിളക്കം ഉണ്ടാവാൻ, ത്വക്കിന് നിറം വരാനൊക്കെ. അതുകൊണ്ട് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള വളരെയധികം ഫേസ് മാസ്കുകൾ നമുക്ക് തയ്യാറാക്കി ചെയ്യാം. നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പം പശുവിൻ പാലാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിന് പകരം തേങ്ങാപ്പാൽ എടുക്കുക, കട്ടിയായിട്ട് തേങ്ങാപ്പാൽ എടുത്ത് അതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുക, ഇച്ചിരി തേൻ ചേർക്കുക, അതിന്റെ കൂട്ടത്തില് ഇത്തിരി പപ്പായ ചേർക്കുക. ഓക്കെ, ഇത്തിരി വേണമെങ്കിൽ ഇത്തിരി കോഫി പൗഡർ, ഇതെല്ലാം കൂടെ നന്നായിട്ട് മാഷ് ചെയ്ത് ശരിക്കൊരു നല്ല ഒരു സൊല്യൂഷൻ പോലെ ആക്കിയിട്ട് എല്ലാ ദിവസവും മുഖത്തൊന്ന് പുരട്ടി നോക്കുക, നല്ല വ്യത്യാസം വരും. പിന്നെ ചിലർക്ക് തേങ്ങാപ്പാലും അല്ലെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണ, ഇതുപോലെ വെർജിൻ ഒലിവയൊക്കെ ഉപയോഗിക്കുമ്പോൾ കറുത്ത് വരുമെന്ന് പറയും ചിലര്. അപ്പൊ അങ്ങനെയുള്ളവർ ഉപയോഗിക്കരുത്. എല്ലാവരുടെയും ശരീരം ഒരുപോലല്ല. ചിലർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, ചിലർക്ക് ഒട്ടും എഫക്റ്റീവ് ആവത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ശരീരപ്രകൃതം അനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്.
അപ്പൊ അങ്ങനെ മുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫേസ് മാസ്കും ഉണ്ടാക്കി തയ്യാറാക്കി ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ ഗട്ട് ഹെൽത്ത്, അതാണ് വയറിനകത്ത് മൈക്രോഫ്ലോറയ്ക്ക് ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ തേങ്ങാപ്പാല്. ഞാന് ഈ ഇതിന്റെ ഒരു 3-4 വർഷത്തിനിടയ്ക്കാണ് ഈ ശരീരം മെലിഞ്ഞ് വരിക, മുടി കൊഴിഞ്ഞു പോവുക, മുഖം കറുത്തു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കൊറോണയുടെ ബാക്കി പത്രമായിട്ട് കിട്ടിയതാണ് നമുക്ക്. അതിനോടൊപ്പം ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രേതം കണക്ക് വരുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പം ഒത്തിരി ആൾക്കാർക്ക് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. ഒരു ആത്മഹത്യയുടെ വക്കിലെത്തുന്നവരാണ് പലരും എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഞാൻ അതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നത് വണ്ണം വെപ്പിക്കുക, മുടി ശരിയാക്കുക, അതുപോലെ തന്നെ മുഖത്തിനുള്ള നിറം കൊടുക്കുക. ഇതെല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സിലൂടെ, നാച്ചുറൽ പ്രോഡക്ട്സിലൂടെ എനിക്കിതൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അത് മാത്രം. കാരണം ഇവയെല്ലാം എനിക്ക് എന്താ പറയാ, ഞാനിങ്ങനെ വളരെ കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിന്റെ ഒരു ഇൻഡ്യൂഷൻ അനുസരിച്ചാണ് ഞാനിത് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട്, അതോടൊപ്പം ഭക്ഷണത്തിനകത്തുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് വണ്ണം വെപ്പിക്കുന്നതും, അതുപോലെ തന്നെ മുടിയുടെ കാര്യവും, അതുപോലെ ശരീരത്തിന്റെ ഷേപ്പ് വരിക, അതുപോലെ തന്നെ മുഖത്തിന് കളർ കൊടുക്കുക, ഇതൊക്കെ ശരിയാവുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ചിലർക്ക് താമസം ഉണ്ടാവും. നമ്മൾ ആദ്യം ഉടനെ തന്നെ റിസൾട്ട് കിട്ടത്തില്ല. എങ്ങനെ പോയാലും ഒരു 6 മാസം, 3 മുതൽ 6 മാസം വരെയാണ് ഞാൻ സമയം ചോദിക്കുന്നത്. അത് ചിലർക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു 6 മാസത്തിനകത്ത് മാക്സിമം നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. എങ്കിൽ കൂടിയും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ചിലരുടെ കാര്യത്തില് ആ ഒരു 6 മാസം കഴിഞ്ഞും ചിലപ്പോൾ സമയം വേണ്ടി വരും. അപ്പൊ അതങ്ങനെ യൂഷ്വലി 3 മാസത്തിനകത്ത് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള കാര്യത്തിന്, ഗട്ട് ഹെൽത്തിന്, പിന്നെ ഈ എച്ച് പൈലോറി ബാഡ് ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം ഈ കോക്കനട്ട് മിൽക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന കോക്കനട്ട് മിൽക്കിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാൽസ്യം കുറച്ച് കുറവാണ്. പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, മറ്റുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട്. പക്ഷെ കാൽസ്യം കുറവാണ്. അപ്പൊ അതാണ് നമ്മളുടെ ഈ ഒരു ഡ്രിങ്കിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താണ് ചേർക്കുന്നത്? നമ്മള് കാഷ്യൂനട്ട്, നട്ട്സ് ചേർക്കുന്നുണ്ട്. ബദാമിൽ ആൽമണ്ട്, അതിനകത്തുണ്ട് കാൽസ്യം നന്നായിട്ട്. പിന്നെ ഡേറ്റ്സ് ഉണ്ട്, അതിനകത്ത് കാൽസ്യം നന്നായിട്ടുണ്ട്. ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നുണ്ടല്ലോ, പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയർ നിറയുകയും ഉന്മേഷം, ഉടലോളം എന്ന് പറയില്ലേ, അതുപോലെയാണ് ആ ഡ്രിങ്ക്. ഇത് എത്ര ആൾക്കാരെ രക്ഷിച്ചാന്നറിയാമോ? എത്ര പേര്. അപ്പൊ ഇത് ഇങ്ങനെ സത്യം പറഞ്ഞാല് ആ ഒരു ഡ്രിങ്ക് എന്റെ ഓൺ ദ സ്പോട്ട് എന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമായിരുന്നു. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, UK ഒരു നഴ്സ് എന്നെ ഒരു ദിവസം വിളിക്കുന്നു. ഞാൻ ഏകദേശം 40-50 കിലോ വെയിറ്റേ ഉള്ളൂ. ഇപ്പൊ 45-50 കിലോ വെയിറ്റേ ഉള്ളൂ. ഏകദേശം 40 വയസ്സാണ്. അയാൾ 3 വർഷം കൊണ്ട് 65 കിലോയിൽ നിന്ന് 40 കിലോ ആയിരിക്കുകയാണ്. പക്ഷെ അയാൾ മുഖത്തിന് നിറമാറ്റമൊന്നുമില്ല. അപ്പോ മാഡം, നഴ്സാണ് ഇവിടുത്തെ വലിയ വലിയ മന്ത്രിമാര് പോയി കിടക്കുന്ന ആശുപത്രിയിലെ നഴ്സാണ്, നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് എന്നോട് പറയും, മാഡം ഞങ്ങളിവിടെ ഒത്തിരി മെഡിസിനൊക്കെ കഴിച്ചു, കുറയുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് മാഡത്തിന് ഈ ഡയറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ അതുവരെ ഈ മെലിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹാരക്രമം ഞാൻ കണ്ടുപിടിക്കാതിരിക്കുകയാണ്. ശരിക്കും ഞാൻ എറണാകുളത്ത് കൺസൾട്ടേഷന് കാറിൽ പോയിക്കൊണ്ടിരിക്കുക. അന്നേരമായി ഈ പയ്യൻ വിളിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും വണ്ടിക്കകത്ത് സമയം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അങ്ങനെ സത്യം പറഞ്ഞാൽ അപ്പൊ ഓൺ ദ സ്പോട്ട് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ് ഈ ഒരു ഡ്രിങ്ക്. ഇതിനകത്ത് ഇപ്പൊ പെട്ടെന്ന് ഓർത്തെന്ന് പറഞ്ഞാൽ എല്ലാ ഫാറ്റിനും നല്ലോണം ശരീരത്തിനകത്ത് വേണ്ട നല്ല നാച്ചുറൽ ന്യൂട്രിയൻസ് ആണല്ലോ, ഏത്തപ്പഴം ആണെങ്കിലും എല്ലാത്തിനും, അതുപോലെ തന്നെ ഡേറ്റ്സ് ആണെങ്കിലും, അതുപോലെ തന്നെ കാഷ്യൂനട്ട് ആണെങ്കിലും, ബദാം ആണെങ്കിലും, തേങ്ങാപ്പാലാണെങ്കിലും, കരിപ്പെട്ടിയോ ശർക്കരയോ, പഞ്ചസാര ഇല്ല, റിഫൈൻ പ്രോഡക്ട്സ് ഇല്ല. അപ്പൊ ഒഴിവാക്കേണ്ട സാധനത്തിന്റെ ഗ്രൂപ്പിൽ ഈ പറയുന്ന എല്ലാ കെമിക്കൽ കണ്ടന്റ്സും, റിഫൈൻ പ്രോഡക്ട്സും, പാലുൽപ്പന്നങ്ങളും, ബേക്കറി ഐറ്റംസും, പാലെന്ന് പറയുന്നത് കൗസ് മിൽക്ക്, പശുവിൻ പാൽ, ബേക്കറി ഐറ്റംസും, ഗോതമ്പ് ഉൽപ്പന്നങ്ങളും ഒക്കെ മാറ്റിക്കഴിഞ്ഞ് എന്നിട്ടാണ് ഞാൻ ഈ ഡ്രിങ്ക് പറഞ്ഞു കൊടുക്കുന്നത്. സത്യം പറയട്ടെ, 3 മാസം കൊണ്ട് അവന് 8 കിലോ കൂടി. പിന്നെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. വെയിറ്റ് ഒത്തിരി അങ്ങ് താഴോട്ടൊന്നും പോയില്ല. പിന്നെ ലേശം 1 കിലോ 2 കിലോ വെച്ചിട്ട് കൂടുന്നത് 10-60 കിലോ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഈ ഡ്രിങ്ക് കണ്ടുപിടിച്ചത്.
അപ്പൊ അതുകൊണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് തേങ്ങാപ്പാൽ നമ്പർ 1 ആണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ആണ്. അത് ഹാർട്ട് ഹെൽത്തി ആണ്, ഹൃദയത്തിന് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരിക്കലും മാറ്റുന്നത് ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വയറിനകത്ത് ചെന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് മോണോലോറിൻ എന്ന് പറഞ്ഞൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ജനറേറ്റ് ചെയ്യും. അത് ഇമ്മ്യൂണിറ്റിയെ പരിപോഷിപ്പിക്കുന്നതാണ്. അത് ശരിക്കും സ്റ്റേറ്റ്സിൽ ഈ മോണോലോറിൻ ഉണ്ട്. ഞാനിത് ഇവിടെ എനിക്ക് സ്റ്റേറ്റ്സിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ മോണോലോറിൻ മേടിച്ച് കഴിക്കണം. എല്ലാവരോടും പറഞ്ഞു കൊടുക്കും മോണോലോറിൻ. അപ്പം വെർജിൻ കോക്കനട്ട് ഓയിലിനേക്കാളും അവർക്ക് ഈസിലി അവൈലബിൾ ആണ്. അവിടെ നോക്കും, വെർജിൻ കോക്കനട്ട് നമ്മുടെ ഇവിടെ മോണോലോറിൻ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അധികം ഉണ്ടെന്നുണ്ട്. പക്ഷെ അവിടെ ഈസിലി അവൈലബിൾ ആണ്. അവർക്ക് ഈ ഹെൽത്ത് സ്റ്റോറുകളുണ്ട്, അവിടെ ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതാണ് തേങ്ങാപ്പാലിന്റെ ഏറ്റവും നല്ല പ്രത്യേകത. പിന്നെ ആൽമണ്ട് മിൽക്ക് ആവട്ടെ, അതുപോലെ അതിനോട് കടപിടിക്കുന്നത് തന്നെയാണ് ആൽമണ്ട് മിൽക്ക്. അത് കുഴപ്പമില്ല. അതിനകത്ത് കൂടുതലായിട്ട് കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് അയൺ ഉണ്ട്, അതോടൊപ്പം കാൽസ്യം ഉണ്ട്, വൈറ്റമിൻസ് എ ഉണ്ട്, ബി ഉണ്ട്, അതുപോലെ തന്നെ ഇ ഉണ്ട്, വൈറ്റമിൻ ഇ. മിക്കവാറും എല്ലാ നട്ട്സിലും ഇയും എയും ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ പശുവിൻ പാലും കൂടെ നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടതുണ്ട്. പശുവിൻ പാലില് കാൽസ്യവും പ്രോട്ടീനും നന്നായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. 143 മില്ലിഗ്രാം കാൽസ്യം ഉണ്ട്. നമ്മുടെ മറ്റേതിനകത്ത് അത്രയും കാൽസ്യം വരുന്നില്ല. പക്ഷേ ഈ കാൽസ്യം ബോഡി കിട്ടത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറയാം, ആസിഡിക് മീഡിയത്തിലേക്ക് പോകും. അസിഡിക് ആണ്. ഈ കൗസ് മിൽക്ക് അസിഡിക് ആണെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാലോ പ്യുവർ ആൽക്കലൈൻ ആണ്, ആൽമണ്ട് മിൽക്കോ പ്യുവർ ആൽക്കലൈൻ ആണ്. നമുക്ക് ആൽക്കലൈൻ മീഡിയമാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും ഒരു ടുവേർഡ്സ് ആൽക്കലൈൻ ആണ് നമ്മുടെ ശരീരം മൊത്തത്തിൽ. അപ്പൊ നമുക്ക് ആൽക്കലൈൻ ഭക്ഷണങ്ങളായിരിക്കും കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അപ്പൊ അത് കൊണ്ട് കൗസ് മിൽക്ക് എന്ന് പറയുന്ന കാര്യം, അതുപോലെ ലാക്ടോസ് എന്ന് പറയുന്ന ലാക്ടിക് ആസിഡ് ഉണ്ട്. അപ്പം ലാക്ടോസ് ഇൻടോളറൻസ് പലർക്കും വയറിനകത്ത് പാല് കുടിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നമാണ്. അപ്പൊ അവിടെയും നമ്മളെ രക്ഷിക്കുന്നത് തേങ്ങാപ്പാലും ആൽമണ്ട് മിൽക്കും സോയ മിൽക്കുമാണ്. ഈ 3 അവർക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ പശുവിൻ പാലില് ശ്രദ്ധിക്കാനുള്ളത്, അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതാണെങ്കിൽ കൂടിയും ചിലർക്ക് കോൺസ്റ്റിപ്പേറ്റിംഗ് ആവുന്നുണ്ട്, ചിലർക്കാണെങ്കിൽ വയറിനകത്ത് ഗ്യാസും പെരുക്കവും ഒക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഈ ആളുകൾ പറയുന്ന പോലെ കാൽസ്യവും പ്രോട്ടീനും ഇതിനകത്തുള്ളത്, പ്രോട്ടീൻ കിട്ടുമായിരിക്കും, പക്ഷെ കാൽസ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അത് വയറിനകത്തു നിന്നുള്ള അബ്സോർപ്ഷൻ തന്നെയും പ്രശ്നം ഉണ്ടാക്കും. കാരണം മൈക്രോഫ്ലോറയെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണത്, ഡിഫറെന്റ് സ്പീഷീസ് ആയതുകൊണ്ട്. അപ്പൊ പിന്നെ നമ്മൾ കൗസ് മിൽക്ക് കഴിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഈ പശുവിൻ പാല് മാക്സിമം മാറ്റി നിർത്തണം എന്ന് ഞാൻ പറയുന്നത്. പകരമുള്ള പാലുകളെ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ആൽമണ്ട് മിൽക്ക് എന്ന് പറയുന്നത് ഉണ്ടാക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. പശുവിൻ പാൽ, നമ്മുടെ തേങ്ങാപ്പാലിനേക്കാൾ എളുപ്പമായിട്ട് ആൽമണ്ട് മിൽക്ക്, ബദാം പാൽ ഉണ്ടാക്കാം. പിന്നെ വിലയുടെ കാര്യത്തിൽ കുറച്ച് മുകളിലാണ് എന്നതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കാഷ്യൂ മിൽക്ക്, അതും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. കുറച്ച് ഒരു 10-15 ഇട്ട് കഴിഞ്ഞാൽ 1 ഗ്ലാസ് കാഷ്യൂ മിൽക്ക് ഉണ്ടാക്കാൻ പറ്റും. വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിൽ അടിച്ച് അതിൻ്റെ കൂടെ ഇച്ചിരി മധുരവും ഒക്കെ ഇട്ട് ഒരു അടിപൊളി ടേസ്റ്റും ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വളരെ ഫാറ്റനിങ് ആണ്, നന്നായിട്ട് വണ്ണം വെക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ കലവറയാണ്. അതൊക്കെ ഓർത്ത് വേണം കേട്ടോ മുന്നോട്ട് പോകാൻ. പക്ഷെ ബദാം ആണെങ്കിലോ, അതിനകത്ത് നല്ല നമുക്ക് ശരീരത്തിന് വേണ്ട മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണുള്ളത്. അതോടൊപ്പം അതിനകത്ത് കാൽസ്യവും ഉണ്ട്, നന്നായിട്ട് പ്രോട്ടീനും ഉണ്ട്. ഏറ്റവും നല്ലത് ബദാം മിൽക്ക്. എന്റെ അഭിപ്രായത്തിൽ കോക്കനട്ട് മിൽക്ക് കഴിഞ്ഞാൽ ബദാം മിൽക്കാണ്. ഇത് രണ്ടും ഒപ്പത്തിനൊപ്പം നിൽക്കും, ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് സോയ മിൽക്ക് എന്ന് പറയുമ്പം ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ ലാക്ടിക് ആസിഡ് കൗസ് മിൽക്കിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതിൽ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം തന്നെയും ഈ വയറിന്റെ പ്രശ്നമുള്ളവർക്ക് മറ്റുള്ള എല്ലാ പാലും ഉപയോഗിക്കാവുന്നതാണ്. അതില് സോയ മിൽക്കില് ഐസോഫ്ലേവോൺസ് ഉണ്ട്, വളരെ നല്ലതാണ്. പിന്നെ ഇത് സോയ മിൽക്കിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇൻ സർട്ടൻ കേസസ് അതിന് തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അയഡിൻ ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യാൻ
തടസ്സപ്പെടുത്തുന്ന ചില ഘടകങ്ങൾ സോയ മിൽക്കിലുണ്ട്. അതോടൊപ്പം അത് ചില ഹോർമോൺ, അതായത് ഐസോഫ്ലേവോൺസ് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിനെ മിമിക് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഓവറിയിലും അതുപോലെ തന്നെ യൂട്രസിലും അങ്ങനെ അവിടെയൊക്കെ ചില പ്രോബ്ലംസ് ഉണ്ടാക്കാൻ, അതായത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. അതുവഴി ചിലപ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള ഓരോ പഠനങ്ങൾ ഞാൻ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടാവാൻ ഒരു സാധ്യത. ഇപ്പം എത്രത്തോളം അത് അഡ്വാൻസ്ഡ് ആയെന്ന് എനിക്ക് അറിയത്തില്ല. കഴിയുന്നതും അതുകൊണ്ട് സോയ മിൽക്ക് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ട വലിയ കാര്യമില്ല. അതിനേക്കാൾ നല്ലത് ഈ ആൽമണ്ട് മിൽക്കും അതുപോലെ തന്നെ അതായത് ബദാം മിൽക്കും നമ്മളുടെ തേങ്ങാപ്പാൽ തന്നെയാണ്. അതിന് യാതൊരു സംശയവും ഇല്ല. അത് രണ്ടും നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായും ഇത് കുറച്ച് നിങ്ങളുടെ അറിവിലേക്കായി. ഇപ്പൊ അത് കാര്യങ്ങൾ മാറി മറിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് രാവിലെ ഞാൻ പറഞ്ഞ ഈ ഡ്രിങ്ക് അടിച്ചു കൊടുത്തു നോക്കി എത്ര മാറ്റം വരുമെന്നറിയാമോ? അത് ബ്രെയിനിനും അതുപോലെ ശരീരത്തിനും അതിന്റെ ബുദ്ധിക്കുമെല്ലാം തന്നെ ഏറ്റവും നല്ല മോസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ പറയുന്ന ഞാൻ പറഞ്ഞ തേങ്ങാപ്പാലും ഏത്തപ്പഴവും ഈന്തപ്പഴവും അതുപോലെ നട്ട്സും ഒക്കെ ചേർന്നിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്. ഇത് വെച്ചിട്ട് ഞാൻ ഈ ഇടയ്ക്ക് ഐസ്ക്രീം ഇപ്പൊ തയ്യാറാക്കില്ലേ, അത് ഏകദേശം ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോയിൽ ഉള്ള ഐസ്ക്രീം, അത് ഐസ്ക്രീം രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന്റെ ഒരു വീഡിയോ ഈ ഇടയ്ക്ക് ഇപ്പൊ ഇട്ടിരുന്നു. പെട്ടെന്ന് ഉറക്കം വരാനെന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനെയാണ് അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ഈ ഐസ്ക്രീമാണ്, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. വലിയതായിട്ട് ത്രോട്ട് ഇൻഫെക്ഷനും തണുപ്പ് എന്ന അലർജി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല ഒരു സ്നാക്ക് എന്നല്ല, സോറി, ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതേ റെസിപ്പിയാണ് ഏകദേശം. പിന്നെ ചിയാ സീഡും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഞാൻ. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയോ? നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.